നമസ്കാരം. ചൂട് സഹിക്കാനാകാതെയാണ് സിൽജോയും മക്കളും അന്ന് ഹാളിൽ നിലത്ത് കിടന്നുറങ്ങുവാൻ തീരുമാനിച്ചത്. ആ തീരുമാനം അവരുടെ ജീവിതം തന്നെ തകർക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ടൈൽ പണിക്കാരനായ സിൽജോ ചോര നീരാക്കി പടുത്തുയർത്തിയ ആ മനോഹരമായ വീട്ടിലേക്ക് മരണം ഇഴഞ്ഞെത്തിയത് വെളുപ്പാങ്കാലത്തായിരുന്നു. ഉറക്കത്തിനിടയിൽ 8 വയസ്സുകാരൻ ആൽജോയും 10 വയസ്സുകാരൻ അനൂഷിനെയും മാരക വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പ് കടിക്കുകയായിരുന്നു. കുട്ടികളുടെ അസ്വസ്ഥത കണ്ട പകച്ചുപോയ അച്ഛൻ നേരം വെളുക്കുന്നതിന് മുൻപ് ഒരു ആംബുലൻസിനായി കാത്തു നിൽക്കാതെ തന്റെ മക്കളെയും കൊണ്ട് ബൈക്കിൽ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ജീവനു വേണ്ടിയുള്ള ആ അച്ഛന്റെ നെട്ടോട്ടം വിഫലമായി. വഴിമധ്യേ ആൽജോ വിട പറഞ്ഞു. വീടിന്റെ എയർഹോളിലൂടെയാണ് പാമ്പ് അകത്തു കയറിയതെന്ന് കരുതുകയാണ്. സിറിഞ്ച് സൂചിയേക്കാൾ നേർത്ത പല്ലുകളുള്ള വെള്ളിക്കെട്ടൻ കടിച്ചത് അവർ അറിഞ്ഞതേയില്ല. ഇപ്പോൾ അനൂഷ് ഐസിയുവിൽ ജീവനായി പോരാടുകയാണ്. വിവരമറിഞ്ഞ കണമ്പോടുള്ള ആ വീടിന് മുന്നിലേക്ക് ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തി. പോലീസും ഫോറൻസിക് വിദഗ്ധരും വനം വകുപ്പും ഒക്കെ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ഒടുവിൽ ആ കൊലയാളി പാമ്പിനെ വീട്ടിലെ ഒരു കോണിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. വീടിന് ചുറ്റുമുള്ള വള്ളിച്ചെടികളും തുറന്നു കിടക്കുന്ന എയർഹോളുകളുമാണ് പാമ്പിന് വഴിയൊരുക്കിയതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. തൊട്ടടുത്ത് റബ്ബർ തോട്ടവും വനമേഖലയും ഉള്ളതുകൊണ്ട് തന്നെ വേനൽ ചൂട് കൂടുമ്പോൾ തണുപ്പ് തേടി പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറുന്നത് ഇപ്പോൾ പതിവാവുകയാണ്. സൂക്ഷിക്കുക, ഈ വെള്ളിക്കെട്ടൻ പാമ്പുകൾ ഒരു നിശബ്ദ കൊലയാളിയാണ്. സിറിഞ്ചിന്റെ സൂചിയേക്കാൾ നേർത്ത പല്ലുകൾ കൊണ്ട് ഇവ കടിക്കുന്നത് ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ അറിയുകയില്ല. കടിച്ച പാടുപോലും കണ്ടെത്തുവാൻ പ്രയാസമാണ്. ചെറിയ പാമ്പാണെങ്കിലും ഇതിന്റെ വിഷം അത്രമേൽ മാരകവും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ലൊരു വീടുണ്ടാക്കി സന്തോഷത്തോടെ കഴിയുകയായിരുന്ന സിൽജോയും കുടുംബവും. ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും വലിയ നഷ്ടമാണിത് സംഭവിച്ചിരിക്കുന്നത്. അൽജോ ഇനി ഓർമ്മ. എന്നാൽ ആ ഐസിയുവിന് പുറത്ത് പ്രാർത്ഥനയോടെ ഒരു അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. അനൂഷിന്റെ തിരിച്ചുവരവിനായി. നമുക്കും പ്രാർത്ഥിക്കാം ആ പിഞ്ചു കുഞ്ഞിനായി. സിൽജോയെയും മക്കളെയും കുറിച്ച് കടമ്പോടുള്ളവർക്ക് പറയുവാൻ 100 നാവാണ്. കാരണം അച്ഛനും മക്കളും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം അത്രയും ഉണ്ടായിരുന്നു. ആ മക്കൾക്ക് ഒരു ദുരന്തമുണ്ടായി എന്നും അതിൽ ഇളയാൾ മരിച്ചുവെന്നും വിശ്വസിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അയൽക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ. ടൈൽ വിരിക്കുന്ന ജോലി ചെയ്യുന്ന സിൽജോയ്ക്കൊപ്പം ഒട്ടേറെ ജോലിക്കാരുമുണ്ട്. ചെറുപ്പകാലത്ത് തന്നെ ജോലിക്ക് ഇറങ്ങിയ സിൽജോ കഠിനാധ്വാനം ചെയ്താണ് അടച്ചുറപ്പുള്ള നല്ല വീട് നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി വെള്ളിക്കുളങ്ങരയിൽ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ഭക്ഷണം കഴിച്ചാണ് മക്കളും സിൽജോയും ഭാര്യ ജോൺസിയും മടങ്ങിയത്. സഹോദരി ഏഞ്ചൽ ബന്ധുവീട്ടിലായിരുന്നു. വീട്ടിലെത്തി അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്തു. ചൂട് കാരണമാണ് ഇവർ ഹാളിൽ കിടന്ന് ഉറങ്ങുവാൻ തീരുമാനിച്ചത്. തുടർന്നാണ് കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടായതും ഒടുവിൽ അതൊരു കുട്ടിയുടെ മരണത്തിൽ കലാശിച്ചതും. ഹാളിൽ നിന്ന് തന്നെ പാമ്പിന്റെ കടിയേറ്റുവെന്നാണ് കരുതുന്നത്. വെളുപ്പിന് മക്കളുടെ ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞ ബൈക്കിൽ അവരെ വെച്ച് ആംബുലൻസ് തേടി പിതാവ് അക്ഷരാർത്ഥത്തിൽ പായുകയായിരുന്നു. എന്നിട്ടും വിധി ഒരാളെ തട്ടിയെടുത്തു. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് തിരിച്ചെത്തി വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ നാട്ടുകാർ ഇവിടേക്ക് ഒഴുകുകയായിരുന്നു. പിന്നീട് പോലീസും ഫോറൻസിക് വിദഗ്ധരും എത്തി വീട് പരിശോധിച്ചു. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പരിസരം പരിശോധിച്ചു. വീടിനു ചുറ്റും വള്ളിച്ചെടികൾ ഉള്ളതും എയർഹോളുകൾ തുറന്നു കിടക്കുന്നതും പാമ്പ് കയറുവാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ഇവരുടെ നിഗമനം. തൊട്ടടുത്ത് തന്നെ റബ്ബർ തോട്ടവും അതിനപ്പുറം വനമേഖലയുമായതിനാൽ ഈ ഭാഗത്ത് പാമ്പുകൾ വരുന്നത് വിരളമല്ല. ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ വീട്ടിലും സംഭവിക്കാതിരിക്കാൻ നാം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ അപകടത്തിന് കാരണമായ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ കോമൺ ക്രിറ്റ് എന്തുകൊണ്ട് ഇത്ര അപകടകാരിയാകുന്നു? കേരളത്തിൽ കാണപ്പെടുന്ന 4 പ്രധാന വിഷപ്പാമ്പുകളിൽ ഒന്നാണിത്. ഇവ രാത്രികാലങ്ങളിൽ മാത്രം ഇര തേടുന്നവയാണ്. മനുഷ്യന്റെ ശരീരത്തിലെ ചൂട് തേടി പുതപ്പിനുള്ളിലോ മെത്തക്കടിയിലോ ഇവ വന്ന് കിടക്കാറുണ്ട്. വെള്ളിക്കെട്ടൻ കടിച്ചാൽ വേദനയോ നീരോ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും വലിയ ചതി. പലപ്പോഴും വയറുവേദനയോ തൊണ്ടവേദനയോ ആയി ഇത് തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മുടെ വീടുകൾ എത്രത്തോളം സുരക്ഷിതമാണ്? ഈ ദുരന്തം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. എയർഹോളുകൾ, അതായത് വീടിന്റെ എയർഹോളുകൾ ഫൈബർ വലകൾ ഉപയോഗിച്ച് മറയ്ക്കുക. നിലത്തു നിന്ന് വാതിലിന് താഴെയുള്ള വിടവിലൂടെ പാമ്പുകൾക്ക് സുഗമമായി അകത്ത് കയറാം. അവിടെ റബ്ബർ സ്ട്രിപ്പുകൾ പിടിപ്പിക്കുക. കൂടാതെ വീടിനോട് ചേർന്ന വള്ളിച്ചെടികളോ കാടോ വളരാൻ അനുവദിക്കരുത്. സിൽജോയുടെ വീടിന്റെ കാര്യത്തിൽ വള്ളിച്ചെടികൾ പാമ്പിന് ഗോവണി പോലെയാണ് പ്രവർത്തിച്ചത്.
പാമ്പ് കടിയേറ്റാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പലരും ഇപ്പോഴും മന്ത്രവാദത്തിനും പച്ചമരുന്നിനും പിന്നാലെ പോകാറുണ്ട്. അൽജോയുടെയും അനോഷിന്റെയും കാര്യത്തിൽ സിൽജോ കാണിച്ച വേഗത മാതൃകാപരമാണ്. കടിയേറ്റാൽ എത്രയും വേഗം ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഒരു പോംവഴി. പരിഭ്രമിക്കാതെ ഇരിക്കുക എന്നതും പ്രധാനമാണ്. കാരണം ഹൃദയമിടിപ്പ് കൂടുമ്പോൾ വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരും. വേനൽക്കാലത്ത് ചൂട് കാരണം തറയിൽ കിടന്നുറങ്ങുന്നത് സാധാരണമാണ്. പക്ഷേ ഇത് ഒഴിവാക്കാനായില്ലെങ്കിൽ കൊതുകുവല നിർബന്ധമായി ഉപയോഗിക്കുക. കൊതുകുവല അടിഭാഗം മെത്തയ്ക്കുള്ളിൽ കൃത്യമായി തിരുകി വെച്ചാൽ പാമ്പുകൾക്ക് അകത്ത് കടക്കുവാൻ കഴിയില്ല. ഒരു ചെറിയ വലയ്ക്ക് ഒരു ജീവന്റെ വിലയുണ്ടെന്ന് നാം ഓർക്കണം. സീറോയിൽ നിന്ന് തുടങ്ങിയ മനുഷ്യനാണ് സിൽജോ. ടൈൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട അദ്ദേഹം ആ വീട് പണിതത് തന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. മക്കളെ ജീവന തുല്യം സ്നേഹിച്ച ആ പിതാവ് ഇന്ന് ആശുപത്രി വരാന്തയിൽ മരവിച്ചിരിക്കുകയാണ്. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം അനുഭവിക്കേണ്ട മകൻ നഷ്ടപ്പെട്ട വേദന വിവരണാതീതവും. എങ്കിലും അനോഷിന്റെ ഓരോ ശ്വാസത്തിനും വേണ്ടി ആ നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പാമ്പുകൾ ഇത്രയധികം ജനവാസ മേഖലയിലേക്ക് വരുന്നത്? വനനശീകരണവും കടുത്ത ചൂടും അവയുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ വീട് വയ്ക്കുമ്പോൾ നാം പ്രകൃതിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ ഇരട്ടിയാക്കേണ്ടതുണ്ട്. ഈ വാർത്ത കേട്ട് തള്ളാനുള്ളതല്ല, ഓരോ അച്ഛനമ്മമാർക്കുമുള്ള മുന്നറിയിപ്പാണ്. സിൽജോയുടെ കുടുംബത്തിന് നേരിട്ട ഈ ദുരന്തം ഇനിയൊരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കട്ടെ. അൽജോയ്ക്ക് കണ്ണീരോടെയാണ് വിട നൽകുന്നത്. അനോഷിന്റെ തിരിച്ചുവരവിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ജാഗ്രത കൈവിടരുത്. കാരണം വിധി എപ്പോഴും നമ്മുടെ വാതിലിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടാകാം. സിൽജോയുടെയും മക്കളുടെയും കാര്യത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നാം ഗൗരവമായി കാണണം. കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടായപ്പോൾ ആദ്യം സംശയിച്ചത് ഭക്ഷ്യ വിഷബാധ എന്നാണ്. പാൽ ഷേക്ക് കുടിച്ചതുകൊണ്ടാകാം വയറുവേദന എന്ന് അവർ കരുതി. വെള്ളിക്കെട്ടൻ പാമ്പ് കടിക്കുമ്പോൾ പുറമെ മുറിവുകളോ ലക്ഷണങ്ങളോ കാണാത്തതാണ് ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണം. അതുകൊണ്ട് തന്നെ പാമ്പുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഉറങ്ങുന്നവർക്ക് അകാരണമായ വയറുവേദനയോ ഛർദിയോ ശ്വാസമുട്ടലോ ഉണ്ടായാൽ അത് പാമ്പ് കടിയാകുവാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പിക്കണം. കൊതുകുവല എന്ന് പറയുന്നത് വെറുതെ തൂക്കിയിടുകയല്ല, മെറ്റയ്ക്കടിയിൽ പാമ്പുകൾക്ക് കയറുവാൻ കഴിയാത്ത വിധം കൃത്യമായി തിരികെ വയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിൽ നടക്കുമ്പോൾ ടോർച്ച് നിർബന്ധമായി ഉപയോഗിക്കുക. വാതിലിന്റെയും ജനലിന്റെയും ഇടയിലുള്ള വിള്ളലുകൾ അടയ്ക്കുക. എയർ ഹോളുകളിൽ മെറ്റൽ മെഷ് ഉപയോഗിക്കുക. പാമ്പ് കടിയേറ്റാൽ സമയം കളയാതെ സർക്കാർ ആശുപത്രിയിലോ വലിയ സ്വകാര്യ ആശുപത്രിയിലോ എത്തിക്കുക എന്നതാണ് പ്രധാനം. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും പാമ്പ് വിഷത്തിനുള്ള മരുന്ന് ലഭ്യമാണ്. സിൽജോ തന്റെ മക്കളെയും കൊണ്ട് ബൈക്കിൽ പാഞ്ഞതുപോലെ അടിയന്തരമായി പ്രവർത്തിക്കുക. പക്ഷേ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോയി സമയം പാഴാക്കരുത്. അനോഷ് ഇപ്പോൾ അങ്കമാലിയിലെ അപ്പോളോ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആ കുഞ്ഞു ജീവന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സിൽജോയ്ക്കും കുടുംബത്തിനുമുണ്ടായ ആഘാതം നിസ്സാരമല്ല. പ്രിയപ്പെട്ട മകൻ അൽജോ വിട പറഞ്ഞു. പക്ഷേ അനോഷിനെ നമുക്ക് തിരിച്ചു പിടിക്കണം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ പലപ്പോഴും ബലിയാടാവുന്നത് ഇത്തരം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവന് ഭീഷണിയാകാതെ നോക്കണം. നിങ്ങളുടെ വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ജാഗ്രത കൈവിടരുത്. സിൽജോ എന്ന ആ പിതാവ് തന്റെ വിയർപ്പൊഴുക്കി മനോഹരമാക്കിയ ആ വീട് പണിതത് മക്കളുടെ ചിരി കാണാനാണ്. ആ മുറ്റത്ത് അവർ ഓടിക്കളിക്കുന്നത് കാണാനായിരുന്നു. പക്ഷേ ആ വീട്ടിലെ ഹാളിൽ ഒരു രാത്രി അവർ ഒരുമിച്ച് ഉറങ്ങിയത് ഇങ്ങനെ ഒരു വേർപിരിയലാകുമെന്ന് ആരും കരുതിയില്ല. അൽജോ ഇനി നമുക്കൊപ്പമില്ല. അച്ചിരിക്കുന്ന മുഖം ഇനി ഓർമ്മകളിൽ മാത്രമാണ്.